Nel nome del Padre, del Figlio e dello Spirito Santo, la pace sia con voi. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണിന്ന്. ഇന്നലെ വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൗരസ്ത്യ സഭകൾ എല്ലാവരും ഒരുമിച്ച് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നു. ഇന്ന് മെയ് 14 അതിലേറെ സന്തോഷം നൽകുന്നതായിരുന്നു. സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ലിയോ 14 പാപ്പായെ നമുക്ക് സെൻറ്റ് പോൾ 6th ഹാളിൽ വെച്ച് കാണാനായിട്ട് അവസരം ലഭിച്ചു. ഒരു സമാധാന ദൂതനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുക. അദ്ദേഹം ആദ്യമായിട്ട് ഇലക്ട് ചെയ്തപ്പോഴും ഈ വത്തിക്കാൻ്റെ ചരിത്രത്തിൽ വന്ന് പറഞ്ഞത് പീസ് ബി വിത്ത് യു എന്നാണ്. ഇന്നും ഉത്തിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ ആദ്യത്തെ ഓഡിയൻസ് അത് പൗരസ്ത്യ സഭകൾക്കാണ് അദ്ദേഹം നൽകിയത്. അതിലേറെ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. He was quoting Pope Leo XIII, the dignity of Oriental churches, Orientalium dignitas. ഏറെ സന്തോഷം നൽകി. പൗരസ്ത്യ സഭകളെ ഏറെ സ്നേഹിക്കുന്ന ഒരു മാർപ്പാപ്പയെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ തിയോളജി, നമ്മുടെ ഡിസിപ്ലിൻ എല്ലാം കൃത്യമായിട്ട് പ്രിസർവ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അവേഴ്സ് ഈസ് എ സഫറിങ് ചർച്ച്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രതിസന്ധികളിലും ഈ കണ്ണീരിലൊക്കെ നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന, ഇൻ്റർസെസറി പ്രയർ അദ്ദേഹം പറഞ്ഞതാണ്. അതിന് പ്രാധാന്യം നൽകണം. ഒപ്പം തന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് സ്പിരിച്വാലിറ്റി, ആബ്സ്റ്റിനൻസ്, അതിനേക്കാൾ ഉപരിയായിട്ട് പാപങ്ങളെ ഓർത്ത് കരയുന്ന വീപ്പിംഗ് സ്പിരിച്വാലിറ്റി നമുക്കുണ്ട്. അത് പ്രിസർവ് ചെയ്യണമെന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷം നൽകിയൊരു അവസരമായിരുന്നു. നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെയൊക്കെ മാർപ്പാപ്പ നേരിട്ട് കാണുകയുണ്ടായി. ഈ അവസരത്തിൽ ഈ ജൂബിലി ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസിൻ്റെ ഈ ആഴ്ചയിൽ മാർപ്പാപ്പയുടെ ആദ്യത്തെ പബ്ലിക് ഓഡിയൻസിന് പങ്കുപറ്റാൻ സാധിച്ചതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് വീണ്ടും വത്തിക്കാൻ കൗൺസിലിൻ്റെ അതേ ആശയം തന്നെ, ദ യൂണിവേഴ്സൽ ചർച്ച് ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് ഡിഫറെൻറ്റ് സൂയൂറിസ് ചർച്ചസ്, ലോക്കൽ ചർച്ചസ്. വിവിധ സഭകളുടെ വൈവിധ്യവും അതിൻ്റെ സൗന്ദര്യവും കാത്തുസൂക്ഷിക്കണം നിങ്ങൾ എവിടെയായാലും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിൽ സഹിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർത്തു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും അദ്ദേഹം നമ്മളോട് ആവർത്തിക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ്. പീസ് ഐ ഗീവ് യു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഈ ലോകം നൽകുന്ന സമാധാനം പോലെയല്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഉത്തിതനായ യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മാർപ്പാപ്പയിൽ മറ്റൊരു കാര്യം നമ്മൾ ദർശിച്ചത്, അദ്ദേഹം പറയുന്നു, ലെറ്റ് us meet, let us talk and let us negotiate. എനിക്ക് പിതാവിൽ കാണാനായിട്ട് സാധിച്ച ഒരു വലിയൊരു ഗുണം, മാൻ ഈസ് എ റിലേഷണൽ എൻറ്റിറ്റി. മനുഷ്യൻ എന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന അസ്തിത്വമാണ്. ഈ സഭ വളരണമെങ്കിൽ പരസ്പരമുള്ള സ്നേഹബന്ധം, സ്നേഹത്തിൽ കോർത്തിണക്കിയ ബന്ധം കാത്തുസൂക്ഷിക്കണമെന്നും പരസ്പരം സംസാരിക്കണമെന്നും സമ്മതിക്കണമെന്നും അങ്ങനെ നന്മയിലും സന്തോഷത്തിലും സമാധാനത്തിലും നമ്മൾ ഒരുമിച്ച് വളരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. Let us hope for the best in this jubilee year as pilgrims of hope. അതാണ് അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ സന്ദേശം ഇന്ന് നമുക്ക് ലഭിച്ചത്. സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ നമ്മുടെ പ്രിയപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ജനങ്ങളെന്ന നിലയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ സഭ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ധാരാളം നല്ല ദൈവവിളികളും നല്ല സമർപ്പിത ജീവിതവും നല്ല ആത്മായ ശുശ്രൂഷയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.